ഇതിലുമൊരു പ്രകാശം. ക്ഷേത്രത്തിന് പല കാലങ്ങളായി കാവലിരിപ്പോലെ നിൽക്കുന്ന വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ പ്രഭാതകാറ്റുപോലെ ശാന്തമായൊരു ജ്ഞാനിയിരിക്കുന്നിരുന്നു. സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ വഴിയാത്രയിൽ തളർന്നും മനസ്സിൽ നിറഞ്ഞ ഭാരവുമായി ഒരു യുവാവ് അവന്റെ അരികിൽ വന്നു വീണു. ജ്ഞാനി ഒരു പുഞ്ചിരി മാത്രം നൽകി. എന്നാൽ അത് ഒരു മനുഷ്യന്റെ ഹൃദയമൊന്ന് തളർച്ചയില്ലാതെ ശ്വാസം വിട്ട് പിടിക്കുന്ന തരത്തിലുള്ള പുഞ്ചിരിയായിരുന്നു. എന്നോടൊപ്പം വരൂ, ജ്ഞാനി പകുതി പകർന്ന ശബ്ദത്തിൽ പറഞ്ഞു. യുവാവിന്റെ കാൽ ഭാരമായിരുന്നെങ്കിലും ജ്ഞാനിയുടെ ശബ്ദത്തിൽ ഒരു അപരിചിതമായ ആശ്വാസമുണ്ടായിരുന്നു. രണ്ടുപേരും നിദ്രാമയമായ പ്രകൃതിയുടെ സംഗീതത്തിൽ ചുവടുകളിട്ട് നദിയിലേക്ക് നടന്നു. പാതയുടെ ഇരുവശത്തും തിളങ്ങുന്ന പൂക്കളും ഇടയ്ക്കുള്ള കാറ്റിന്റെ നിശ്വാസങ്ങളും യുവാവിന്റെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ ദുഃഖത്തെയും പതുക്കെ അകറ്റിത്തുടങ്ങി. നദിക്കരയിലിരുന്ന ശേഷം ജ്ഞാനി ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. നോക്കൂ, അദ്ദേഹം മൃദുവായി ചൊല്ലി. മേഘങ്ങൾ ഒരിക്കലും ഇവിടെ നിൽക്കാത്തതുപോലെയാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും അങ്ങനെ തന്നെ. ഒന്നും സ്ഥിരമല്ല. ഓരോ സന്ധ്യയ്ക്കും ശേഷം സൂര്യൻ വീണ്ടും ഉയരും, പുതിയൊരു ദിനത്തിന്റെ, പുതിയൊരു പ്രതീക്ഷയുടെ വരവായി. യുവാവ് നിശ്ചലമായി ആകാശത്തേക്ക് നോക്കി. മേഘങ്ങൾ ഒഴുകിപ്പിരിഞ്ഞ വണ്ണം, ഒരിക്കലും ഈർമാറ്റിട്ടില്ലാത്തതുപോലെ. ജ്ഞാനി ചുറ്റും വിരിച്ചിരുപോലെയായിരുന്ന മരങ്ങളിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു. ഇതൊക്കെ നോക്കൂ, ഈ കാണുന്ന വൃക്ഷങ്ങൾ, അതിൽ വിരിഞ്ഞ പൂക്കൾ, പക്ഷികൾ, ഓരോന്നും വ്യത്യസ്തം. ഓരോന്നും അവയുടെ സ്വന്തം രുചിയും ചുവടും കൊണ്ടാണ് ലോകത്തെ പൂർണ്ണമാക്കുന്നത്. അതുപോലെ നീയും. ജ്ഞാനിയുടെ ശബ്ദം നദിയിലെ ജലസ്രോതസ്സുപോലെ സുതാര്യമായിരുന്നു. നിന്റെ ദുഃഖം നിന്നെ നിർവചിക്കുന്നില്ല. നിന്റെ വ്യത്യസ്തതയാണ് നിന്നെ മനോഹരമാക്കുന്നത്. ലോകം നിനക്കൊരിക്കലും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു കഥയാണ് നീ. യുവാവ് ആദ്യമായൊരു ദീർഘശ്വാസം വിട്ടു. ആ നിമിഷം ആകാശവും നദിയും മരങ്ങളും എല്ലാം അവനോടൊരേ കാര്യം പറഞ്ഞതുപോലെ, നീ തന്നെ നീയത്രേ, അതാണ് നിന്റെ മഹത്വം.